അവർ പേപ്പേഴ്സ് എല്ലാം ട്രൈ ചെയ്ത് എല്ലാം വെച്ച് കഴിഞ്ഞ് വിസയ്ക്ക് വെക്കാറായി കഴിഞ്ഞപ്പോൾ ഫിനാൻഷ്യൽ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, സോറി മാഡം, ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഫിനാൻഷ്യലി ഇത്രയും പ്രൂഫ് കാണിച്ചാൽ പോരാ. ഇത് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ സ്ഥലത്തേക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മാഡം ഒരു കാര്യം ചെയ്യൂ, UK അല്ലെങ്കിൽ മാൾട്ടയിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം നോക്ക്. ജോർജിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മാറ്റി നോക്കിക്കൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ന്യൂസിലൻഡിൽ തന്നെ പോകണം. ഞാൻ അതാണ് ആഗ്രഹിച്ചത്. ഒരു നല്ല രീതിയിൽ സന്തോഷമായിട്ട് എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നിയത് അതാണ്. എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂസിലൻഡ് നല്ല സ്ഥലമാണെന്ന്. അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് നല്ല സ്ഥലമാണ്. ഫ്യൂച്ചറിലാണെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് മതി എന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, മാഡം സോറി, ഞങ്ങൾക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ വിസ സ്റ്റാറ്റസ് സക്സസ് റേറ്റ് കുറഞ്ഞു പോകും നിങ്ങളുടെ ഫയൽ സബ്മിറ്റ് ചെയ്താൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ 39 കഴിഞ്ഞു, 40 ആവാൻ പോവുകയാണ്. ഈ ഏജിൽ നിങ്ങളുടെ വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ 99.9% ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് ആ 0.1% എന്ന് പറയുന്നത് പോലും നിങ്ങൾ തന്നില്ലെങ്കിലും ഉടമ്പടിയിലിരിക്കുന്ന എനിക്ക് കൃപാസനം മാതാവ് ഇത് നടത്തി തരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് വിധിച്ചതാണ്, ദൈവം എനിക്കിത് തന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനായിരിക്കും വിധി. അല്ലെങ്കിൽ നാട്ടിൽ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ജീവിച്ച് പോകാം. അങ്ങനെ വിചാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, മാഡം ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വെറുതെ എന്തിനാ ഒരു വിസ സക്സസ് റേറ്റ് ഇല്ലാതാക്കുന്നത്? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പ്ലീസ് അത് വേണ്ട, വെക്കണ്ട. ഞാൻ പറഞ്ഞു, ഇല്ല, പറ്റില്ല, ഇതിലും നിങ്ങൾ എന്നെ കത്തിക്ക് കുത്തി കൊല്ലുന്നതായിരുന്നു. നിങ്ങളിത് വെക്കാതെ പറ്റില്ല. എനിക്കിത് മാതാവ് നടത്തി തരും. കൃപാസനം മാതാവ് നടത്താത്തതില്ല, ഈശോ എനിക്ക് നടത്തി തരും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ എന്ന് പറഞ്ഞു. അവർ അത് കേട്ടിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ ആ വിസ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ ഈ സംസാരങ്ങൾക്കൊക്കെ ഇടയിൽ ഡിലേ വന്നു. എൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. ഞാൻ 2 ദിവസം ഡിലേ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സാധാരണ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവർ റിജക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. രണ്ടാമത്തെ കാര്യം, എങ്ങാനും അവർ അബദ്ധത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മളോട് രണ്ടാമത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇസ്രയേലിൽ ഒരു 50,000 രൂപയോളം മുടക്കിയാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തേക്കുന്നത്. ഇതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. വിസയ്ക്ക് ഈ കിട്ടില്ല എന്ന് പറഞ്ഞ് വെക്കാൻ പോകുന്ന വിസയ്ക്ക് മാത്രമായിട്ട് ഇമിഗ്രേഷൻ ഒരു 50,000 രൂപ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഫിനാൻഷ്യലി ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കണം. അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകളൊക്കെ ചെയ്തിട്ടാണ്. അതിന് ബാങ്ക് മാനേജർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നു. അതെല്ലാം കൃപാസന മാതാവിൻ്റെ അത്ഭുതമാണ്. എനിക്കത് എല്ലാം വിവരിച്ച് ഇവിടെ പറയാനായിട്ടുള്ള സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരത് സബ്മിറ്റ് ചെയ്തു എൻ്റെ നിർബന്ധത്താൽ. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് തന്നെ പറയട്ടെ. മാതാവിന് കഴിയാത്തതൊന്നുമില്ല. ഈശോയ്ക്ക് സ്തുതി. എനിക്ക് വിസ കിട്ടി. എൻ്റെ ഒപ്പം എന്നേക്കാൾ ചെറുപ്പമായിരുന്ന, എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ മിടുക്കരായ ചെറുപ്പക്കാർ വെച്ചിട്ട് കിട്ടാത്ത വിസ എനിക്ക് ആദ്യം കിട്ടി. എനിക്കാണ് ഫസ്റ്റ് വിസ വന്നത്. എൻ്റെ വിസയുടെ പേപ്പർ റെഡിയാക്കിയ ആ കൊച്ച്, സിന്ധു എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ആ കൊച്ചിന് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ വിസ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ. കാരണം എത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ട് അവർ ആ പേപ്പർ ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ആ വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കരഞ്ഞു. ആ ഏജൻസിയിൽ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം കൃപാസന മാതാവിൻ്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞു. ഈശോയുടെ ശക്തി എന്താണെന്ന് അവരറിഞ്ഞു. അവരെന്നോട് പറഞ്ഞു, പ്രിൻസി, ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നടന്നത്. 40-ാം വയസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് വിസ, അതും GNM പഠിച്ച് എനിക്ക് ക്രെഡിറ്റോട് കൂടി എല്ലാ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിസ കിട്ടണമെങ്കിൽ ഇത് അത്ഭുതം മാത്രമാണ്.